നമസ്കാരം. ഓ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യേ നമഃ. അയ്യായിരം വർഷത്തെ ഘോര യുദ്ധത്തിന് ശേഷം ഇപ്പോൾ മഹാവിഷ്ണു മധുകൈടഭന്മാരെ കൊന്നിരിക്കുകയാണ്. ദേവിയെ ഉപാസിച്ച് ദേവിയിൽ നിന്നും വരം നേടിയ ശേഷമാണ് അവരെ കൊല്ലാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ദേവിയെ മഹാവിദ്യാസ്വരൂപിണിയായ മഹാമായയെ ആരാധിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് ജീവിത വിജയത്തിനെന്ന് സമർത്ഥിക്കുകയായിരുന്നു കഴിഞ്ഞ അധ്യായത്തിൽ. ഇനി അടുത്ത അധ്യായം പാരായണം ചെയ്യാം. അഥ ദശമോധ്യായ ശിവവരദാനം. എങ്ങനെയാണ് വ്യാസന് ശുകൻ എന്ന പുത്രൻ ഉണ്ടായത് എന്ന് വിവരിക്കുകയാണ് ഈ അധ്യായത്തിൽ. അഥ ദശമോധ്യായ ശിവവരദാനം. ഋഷയ ഊചുഹു. ശ്ലോകം 1. സൂത പൂർവം ത്വയാ പ്രോക്തം വ്യാസേനാമിതതേജസാ കൃത്വാ പുരാണമഖിലം ശുകായാധ്യാപിതം ശുഭം. ഹേ സൂത, അങ്ങ് നേരത്തെ പറഞ്ഞുവല്ലോ, അമിത തേജസ്സായ വ്യാസൻ പുരാണങ്ങളെല്ലാം രചിച്ചതിന് ശേഷം അവ ഓരോന്നും ശുകനെ വേണ്ടവണ്ണം പഠിപ്പിച്ചുവെന്ന്. ശ്ലോകം 2. വ്യാസേന തു തപസ്തപ്ത്വാ കഥാമുത്പാദിതശുകഃ വിസ്തരം ബ്രൂഹി സകലം യശ്രുതം കൃഷ്ണതസ്ത്വയാ. തപോനിഷ്ഠനായിരുന്ന വ്യാസന് എങ്ങനെ പുത്രനായ ശുകൻ ജനിച്ചു? ആ വ്യാസനിൽ നിന്ന് അങ്ങ് അറിഞ്ഞ പ്രകാരം അത് വിസ്തരിച്ചു പറയൂ. സൂത ഉവാച. ശ്ലോകം 3. പ്രവക്ഷ്യാമി ശുകോത്പത്തിം വ്യാസാത് സത്യവതീ സുതാത് യഥോത്പന്ന ശുകഃ സാക്ഷാത് യോഗിനാം പ്രവരോ മുനിഃ. സത്യവതീസുതനായ വ്യാസനിൽ നിന്ന് യോഗികളിൽ മുഖ്യനും മുനിയുമായ സാക്ഷാൽ ശുകൻ ജനിച്ചത് എങ്ങനെയെന്ന കഥ ഞാൻ പറയാം. ശ്ലോകം 4. മേരുശൃംഗേ മഹാരമ്യേ വ്യാസസത്യവതീ സുതഃ തപശ്ചാരസോത്യുഗ്രം പുത്രാർത്ഥം കൃതനിശ്ചയഃ. സത്യവതീപുത്രനായ ആ വ്യാസൻ പുത്രനെ നേടണം എന്ന ദൃഢനിശ്ചയത്തോടെ അതിരമ്യമായ മഹാമേരു ശിഖരത്തിൽ അത്യുഗ്രമായ തപസ്സു ചെയ്തു. ശ്ലോകം 5. ജപന്നേകാക്ഷരം മന്ത്രം വാഗ്ബീജം നാരദാശ്രുതം ധ്യായൻ പരാമഹാമായാം പുത്രകാമസ്തപോനിധിഃ. നാരദനിൽ നിന്ന് ഉപദേശരൂപേണ ശ്രവിച്ച വാഗ്ബീജമായ ഏകാക്ഷരമന്ത്രം ജപിച്ചുകൊണ്ടും പരാശക്തിയായ മഹാമായയെ ധ്യാനിച്ചുകൊണ്ടും പുത്രകാപനായ ആ തപോനിധി ധ്യാനം തുടങ്ങി. ശ്ലോകം 6, 7 വായിച്ച് അർത്ഥം പറയാം. ശ്ലോകം 6.
അഗ്നേർഭൂമേസ്തഥാ വായോർ അന്തരീക്ഷസ്യ ചാപ്യയം വീര്യേണ സംമിതപുത്രോ മമ ഭൂയാദിതി സ്മഃ. ശ്ലോകം 7. അതിഷ്ടത് സഗതാഹാര ശതസംവത്സരം പ്രഭുഃ ആരാധയൻ മഹാദേവം തഥൈവ ച സദാശിവം. അർത്ഥം: അഗ്നിയുടെയും ഭൂമിയുടെയും വായുവിൻ്റെയും അന്തരീക്ഷത്തിൻ്റെയും ശക്തി ഒത്തുചേർന്ന പുത്രൻ തനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആഹാരം വെടിഞ്ഞ് മഹാദേവനെയും അതുപോലെ തന്നെ സദാശിവനെയും ആരാധിച്ചുകൊണ്ടും 100 സംവത്സരം അദ്ദേഹം തപസ് ചെയ്തു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.